80 വർഷങ്ങൾ, 300-ൽ പരം സിനിമകൾ, 50 സീരിയലുകൾ, 4 തലമുറകൾ. AVM പ്രൊഡക്ഷൻസ് തമിഴ് സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി മാത്രമല്ല, തമിഴ് സിനിമാ മേഖലയുടെ ഒരു നെടുന്തൂണ് തന്നെയായിരുന്നു. ആ നെടുന്തൂണിൻ്റെ അമരക്കാരൻ AVM ശരവണൻ ഇന്ന് അന്തരിച്ചു. കഴിഞ്ഞ ദിവസം AVM ശരവണൻ്റെ 86ാമത്തെ പിറന്നാളായിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആരാണ് AVM ശരവണൻ? 1939 ജനിച്ച് AV മെയ്യപ്പൻ എന്ന തൻ്റെ പിതാവിൻ്റെ AVM പ്രൊഡക്ഷൻസ് പിന്നാലെ തോളിലേറ്റിയ ശരവണൻ തൻ്റെ സഹോദരനായ ബാലസുബ്രഹ്മണ്യനൊപ്പം സിനിമകൾ പിന്നീട് കണ്ടിന്യൂ ചെയ്തു. AVM പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയെ നോക്കാത്ത ഒരൊറ്റ തമിഴ് സിനിമാ പ്രവർത്തകൻ പോലും ഉണ്ടാവില്ല. മദ്രാസിലേക്ക്, ഇന്നാണല്ലോ ചെന്നൈ, പണ്ടൊക്കെ മദ്രാസിലേക്ക് സിനിമ പിടിക്കാൻ വേണ്ടി വണ്ടി കയറുന്ന പല സംസ്ഥാനങ്ങളിലെയും ആളുകളുണ്ട്. കേരളത്തിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, നോർത്തിൽ നിന്നുമൊക്കെ ചെന്നൈയിലേക്ക്, അതായത് മദ്രാസിലേക്ക് സിനിമ പിടിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ സ്വപ്നം മോഹിച്ചുകൊണ്ട് മാത്രം ചെന്നൈയിലേക്ക് എത്തുന്ന ആളുകൾ. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് AVM പ്രൊഡക്ഷൻസിൻ്റെ മുന്നിൽ ചെല്ലുക, AVM ശരവണനെ കാണുക എന്നുള്ളതായിരുന്നു. ആ ഒരു സ്വപ്നത്തിലേക്ക് ചിറക് വഹിച്ചത് തന്നെയാണ് AVM ശരവണൻ. തമിഴ് സിനിമാ മേഖലയിൽ നിരവധി ഹിറ്റുകൾ തന്ന നിർമ്മാതാവും കൂടിയാണ്. അദ്ദേഹം ചെയ്തു വെച്ച കോൺട്രിബ്യൂഷൻസ് ഒക്കെ എണ്ണമറ്റതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുമ്പോൾ പോലും തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ തൊട്ട് തമിഴ് സിനിമാ മേഖലയിലെ വലുതും ചെറുതുമായ താരങ്ങളെല്ലാവരും അദ്ദേഹത്തിന് അവസാനത്തെ ആദരവർപ്പിക്കാൻ വേണ്ടി എത്തിയതും. AVM ശരവണൻ എന്ന വ്യക്തി 1939 ജനിച്ച് ലേറ്റ് 50കളിൽ, അതായത് 1958-59 മുതൽ അദ്ദേഹം സിനിമ നിർമ്മിക്കാനുമായി ഇറങ്ങിത്തിരിച്ചു. ഏകദേശം തൻ്റെ 20ാമത്തെ വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് അദ്ദേഹം. നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ എത്തിക്കുക, നല്ല കണ്ടന്റുള്ള സിനിമകൾ എത്തിക്കുക, അതിലൂടെ തൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും വളർത്തുക. ഇത് തന്നെയായിരുന്നു AVM ശരവണൻ്റെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ. അങ്ങനെ താൻ മുന്നോട്ട് വെച്ച ചൈത്രയാത്രയാണ് പിന്നീട് AVM പ്രൊഡക്ഷൻസ് എന്ന വലിയ കമ്പനിയായി മാറുന്നത്. AVM പ്രൊഡക്ഷൻസിൻ്റെ ഗ്ലോബ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഒരു ഗ്ലോബും അതിനകത്ത് AVM പ്രൊഡക്ഷൻസ് എന്ന് എഴുതുന്നതും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ. ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറുന്നത് കണ്ടിട്ടുണ്ടോ? AVM പ്രൊഡക്ഷൻസ് കാണാൻ വേണ്ടി മാത്രം പല ആളുകളും ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലരും ഇപ്പോഴും ഒഴുകിയെത്തുന്നത് AVM പ്രൊഡക്ഷൻസ് കാണാൻ വേണ്ടി മാത്രമാണ്. AVM പ്രൊഡക്ഷൻസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ശരവണൻ മുതലാളിയുമായി ഒരു മീറ്റിങ്ങിന് വേണ്ടി കാത്തുനിന്ന എത്രയോ പ്രഗത്ഭരായ സംവിധായകരും നിർമ്മാതാക്കളും ഉണ്ടെന്നറിയാമോ? ആ ഒരു യെസ്സിന് വേണ്ടി കാത്തിരുന്ന എത്രയോ സിനിമാ ടെക്നീഷ്യൻസ് ഉണ്ടെന്നറിയാമോ? നീണ്ട നിരയാണ്. കാരണം AVM പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമാ മേഖലയിൽ പല സംവിധായകർക്കും ഒരു പൊൻതൂവലാണ്. അവരുടെ അടുത്ത സിനിമകളിലേക്ക് പിച്ച് ചെയ്യാൻ AVM പ്രൊഡക്ഷൻസിൻ്റെ കൂടെയാണ് താൻ സിനിമ ചെയ്തതെന്ന് പറഞ്ഞാൽ മാത്രം മതി, അടുത്ത സിനിമ റെഡിയാണ്. അത്രയും ക്വാളിറ്റിയായിരുന്നു ആ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കിയ സിനിമകളൊക്കെ തന്നെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സിനിമകൾ കേട്ടാൽ മനസ്സിലാവും, വേട്ടക്കാരനും അയ്യനും ശിവാജിയും ഒക്കെ തന്നത് ഇത് AVM പ്രൊഡക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞത് കുറച്ച് ലേറ്റായിട്ടുള്ള സിനിമകളാണ്. അതിനു മുന്നേ വർഷങ്ങളോളം 300-ൽ പരം സിനിമകൾ കന്നഡയിലും തമിഴിലും മലയാളത്തിലും ഒക്കെയായി ചെയ്തു വെച്ച അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ട്. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ സിനിമകളുണ്ട്. എത്രയോ അവാർഡുകൾ നേടിക്കൂട്ടിയ സിനിമകളുണ്ട് തൊട്ട് കമേഴ്ഷ്യലി വയബിളായ എത്രയോ സിനിമകൾ തൊട്ടുണ്ട്. പ്രത്യേകിച്ച് തുടക്കകാലം AVM സ്റ്റുഡിയോസിന് വളരെ മോശമായിരുന്നു. 3 സിനിമകൾ, ആദ്യം തുടങ്ങി വെച്ച 3 സിനിമകൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒരു വലിയ ഹിറ്റ് അവർക്ക് കിട്ടുന്നത്. 4ാമത്തെ സിനിമ 1 വർഷത്തോളം ഓടുകയും ചെയ്തു. അതാണ് AVM പ്രൊഡക്ഷൻസിൻ്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല AVM എന്ന് വേണം തന്നെ പറയാൻ. പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്, സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, സിനിമകൾ വലിയ വിജയവുമായിട്ടുണ്ട്. അതെല്ലാം സിനിമ എന്ന വ്യവസായ മേഖലയിൽ സർവ്വസ്വാഭാവികമാണ് എന്നതാണ് AVM പ്രൊഡക്ഷൻസ് തന്നെ പറയുന്നത്. പക്ഷേ ഒരിക്കലും അവർ സിനിമ വിടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആദ്യത്തെ 3 സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ പോലും മക്കൾക്ക് നല്ല സിനിമകൾ കൊടുക്കണം, അതിലൂടെ ക്വാളിറ്റി കണ്ടന്റുകൾ ഉണ്ടാകണമെന്നത് മാത്രമായിരുന്നു AVM പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവായ മെയ്യപ്പൻ്റെയും ആഗ്രഹം. മക്കളും തൻ്റെ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് തന്നെ വരണമെന്നും ഇതുപോലെ തമിഴ് മക്കൾക്ക് നല്ല സിനിമകൾ നൽകണമെന്നും അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമാണ് AVM ശരവണൻ മരണപ്പെട്ടത്. സിനിമാ മേഖലയിൽ സജീവമായി തിളങ്ങിയ AVM പ്രൊഡക്ഷൻസ് പിന്നീട് സീരിയലുകളിലേക്ക് തിരിഞ്ഞു. അവിടെയും വെണ്ണിക്കൊടി പാർച്ചുകൊണ്ടാണ് AVM പ്രൊഡക്ഷൻസ് തന്നെ മുന്നോട്ട് വന്നത്. എത്രയോ പ്രൊഡക്ഷൻ കമ്പനികൾ തമിഴ്നാട്ടിലുണ്ട്. ഇപ്പോഴും മുളച്ചു പൊങ്ങുന്ന പല തമിഴ് പ്രൊഡക്ഷൻ കമ്പനികളുമുണ്ട്. പക്ഷേ അവരെല്ലാവരും ഉറ്റുനോക്കുന്നതും എങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആകണം എന്നതൊക്കെ കാണിച്ചു തന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടെങ്കിൽ അത് അൺഡൗട്ടഡ്ലി AVM പ്രൊഡക്ഷൻസ് ആണ്. ശരവണൻ മുതലാളി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുന്ന തമിഴ് താരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും വന്ന് സംസാരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അവർ ഓരോരുത്തരും വന്ന് പറയുന്നത് AVM പ്രൊഡക്ഷൻസിൽ എത്തിപ്പെടാൻ
തങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ചും AVM പ്രൊഡക്ഷൻസ് തമിഴ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ ആ ഒരു ഭീകരമായ ന്യൂ വേവിനെ കുറിച്ചുമാണ്. ആ ന്യൂ വേവിനെ പറ്റി വാചാലരാകുമ്പോൾ അവർ എല്ലാവരും ഓർക്കുന്നതും സംസാരിക്കുന്നതും ശരവണൻ മുതലാളിയെക്കുറിച്ച് തന്നെയാണ്. AVM പ്രൊഡക്ഷൻസിൻ്റെ ഭാവി ഇനി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചൊന്നും അറിയില്ല. കുറച്ച് വർഷങ്ങളായി പ്രൊഡക്ഷനിൽ നിന്നും മാറി നിൽക്കുകയാണ് AVM. എന്നാൽ പൂർവാധികം ശക്തിയോടെ AVM തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ് സിനിമാ മേഖലയും ആരാധകരും.